ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് EPFO, മാഷ്കോപിറോ, മാനസ് പോർട്ടൽ, NCPOR, ഡിസിൻഫ്ലേഷൻ, പ്ലേസസ് ന്യൂസ് ആയിട്ട് ബംഗ്ലാദേശ്. അപ്പോൾ അതിലാദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EPFO കുറിച്ചാണ്. സോ ഈ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഈ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ അവർക്കെതിരായിട്ടുള്ള ചില ക്രിറ്റിസിസംസ് ഒക്കെ വന്ന സാഹചര്യത്തിൽ ഒരു 24/7 മൾട്ടിലിംഗൽ കോൺടാക്ട് സെൻറ്റർ തുടങ്ങുന്നതിനെ കുറിച്ചിട്ടുള്ള ചില പ്ലാനുകൾ ഉണ്ട് എന്നുള്ളൊരു വാർത്തയാണ് വന്നേക്കുന്നത്. ഇവരുടെ ക്ലയൻസിൻ്റെ അല്ലെങ്കിൽ ഈ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവരുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പരാതികൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കോൾ സെൻറ്റർ പോലെ ഒരു മൾട്ടിലിംഗൽ കോൺടാക്ട് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് 1952 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് മിസ്സലേനിയസ് പ്രൊവിഷൻസ് ആക്ട് എന്ന് പറയുന്നൊരു നിയമമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് മനസ്സിലാക്കുക. സോ അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രൊവിഡൻറ്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ റെഗുലേറ്റ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ ഗവേണൻസ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോർഡിനെ ഗവേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രൈ പാർട്ടിയേറ്റ് ബോർഡ് ഉണ്ട്. ഓക്കെ, ഇവരാണ് ഇതിൻ്റെ ഒരു ഗവേണൻസ് ബോഡി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആ ബോർഡ് എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ്, ആ ബോർഡിന് അറിയപ്പെടുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് എന്നുള്ള പേരിലാണ്. അപ്പോൾ അതിനകത്ത് ഇതിനെ ട്രൈപാർട്ടൈറ്റ് ബോർഡ് എന്ന് വിളിക്കാനുള്ള കാരണം, ബേസിക്കലി ഈ ബോർഡിനകത്ത്, ഈ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസിനകത്ത് ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന, അതായത് സെൻട്രൽ ഗവൺമെന്റിനെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ടാവും, എംപ്ലോയേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ റെപ്രസെന്റേറ്റീവ്സും ഉണ്ടാവും. അപ്പോൾ ഗവൺമെന്റ്, എംപ്ലോയീസ് ഈ 3 പാർട്ടീസിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടുന്നതാണ് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ട്രൈ പാർട്ടൈറ്റ് ബോർഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവരാണ് ബേസിക്കലി എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ ഗവേണിംഗ് ബോഡി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബേസിക്കലി ഈ ഒരു ബോർഡിൻ്റെ ഒരു കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ഈ 3 പാർട്ടികളെയും റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ ഇതിനകത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് എന്ന് പറയുന്നത്, അതിനൊരു ചെയർമാനും ഒരു വൈസ് ചെയർമാനും ഉണ്ടാവും. അതുകൂടാതെ സെൻട്രൽ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 5 പേരും, സ്റ്റേറ്റ് ഗവൺമെന്റുകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 15 പേരും ഉണ്ടാവും. ഇനി ഇത് കൂടാതെ എംപ്ലോയീസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 10 പേരും, എംപ്ലോയേഴ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 10 പേരും ഉണ്ടാവും. ഇനി ഇത് കൂടാതെ സെൻട്രൽ പ്രൊവിഡൻറ്റ് ഫണ്ട് കമ്മീഷണറും അതുപോലെ തന്നെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഈ ബോർഡിന്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ വരുന്നത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ്. ഓക്കെ, യൂണിയൻ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഇന്ത്യയിൽ ഉടനീളം ഓഫീസസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് ഈ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇവർ സെർവ് ചെയ്യുന്ന നമ്പർ ഓഫ് ക്ലയൻസിനെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവരുടെ പ്രൊവിഡൻറ്റ് ഫണ്ടിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവരെയാണ്. സോ അപ്പോൾ ഇവരുടെ ക്ലയൻസിനെയും അതുപോലെ തന്നെ ഇവർ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ മാനേജ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെയും വോളിയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഈ പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻസിൽ ഒന്നാണ് ഈ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നിലവിൽ ഈ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ 3 സ്കീമുകളാണ് ഈ പ്രൊവിഡൻറ്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം 1952 ആണ്. രണ്ടാമത്തത് എംപ്ലോയീസ് പെൻഷൻ സ്കീം 1995. മൂന്നാമതായിട്ട് എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം 1976. എന്നീ 3 സ്കീമുകളാണ് നിലവിൽ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇത് കൂടാതെ നമ്മുടെ ഇന്ത്യയിലുള്ള ഉദ്യോഗസ്ഥരുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് മാനേജ് ചെയ്യുന്നത് കൂടാതെ ഇന്റർനാഷണൽ ട്രീറ്റീസ് അനുസരിച്ച്, ഇന്റർനാഷണൽ ട്രീറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൾട്ടിലാറ്ററൽ ആവാം അല്ലെങ്കിൽ ബൈലാറ്ററൽ ആവാം, ഇത്തരത്തിലുള്ള ട്രീറ്റീസ് അനുസരിച്ച് ചില രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്റർനാഷണൽ വർക്കേഴ്സിനെയും ഈ പറയുന്ന EPFOയുടെ പ്ലാനുകൾക്കകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവുകളിലൊന്നാണ് EPFI ഗ്രീവൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഈ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ അവരുടെ സർവീസിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള
ഒരു കസ്റ്റമൈസ്ഡ് പോർട്ടലാണ് ഈ പറയുന്ന EPFI ഗ്രീവൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ 2014 ഈ EPFOയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് ഈ EPFOക്കകത്ത് കവർ ചെയ്യപ്പെടുന്ന എംപ്ലോയീസിന് അവരുടെ പ്രൊവിഡന്റ് ഫണ്ട് നമ്പർ പോർട്ടബിലിറ്റിയും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് മാഷ്കോ പീറോ എന്ന് പറയുന്ന ഒരു അൺകോണ്ടാക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രൈബിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർസിനകത്തുള്ള നോർത്ത് സെന്റിനൽ ഐലൻഡ്സിലുള്ള സെന്റിനലീസ് എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട്. പുറത്തുനിന്നുള്ള ആളുകളുമായിട്ടൊന്നും കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത വളരെ സെക്ലൂഡഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അൺകോണ്ടാക്റ്റഡ് ആയിട്ടുള്ള പുറം ലോകവുമായിട്ട് യാതൊരു തരത്തിലുള്ള കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഈ പെറുവിൻ്റെയും ബ്രസീലിൻ്റെയും അതിർത്തി മേഖലയിൽ ആമസോൺ റെയിൻ ഫോറസ്റ്റുകളിൽ ജീവിക്കുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് ഈ മാഷ്കോ പീറോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാഷ്കോ പീറോ എന്ന് പറയുന്ന ട്രൈബുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 14 ഒരു എക്സ്പ്ലെയിനർ ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെറുവിൻ്റെ സൈഡിലുള്ള ആമസോൺ റെയിൻ ഫോറസ്റ്റുകളിൽ അവിടെയുള്ള ചില കൊമേഴ്ഷ്യൽ കമ്പനീസിന് ലോഗിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ വലിയൊരു ഭാഗം വുഡിനൊക്കെ വേണ്ടിയിട്ട്, അതായത് മരത്തടിക്കൊക്കെ വേണ്ടിയിട്ട് ലോഗിങ് പർപ്പസിന്, അതായത് കാട് വെട്ടിത്തെളിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ജീവിക്കുന്ന ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു അൺകോണ്ടാക്റ്റഡ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പാണ് ഈ മാഷ്കോ പീറോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ട്രൈബിനെ വലിയ രീതിയിൽ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സർവൈവൽ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു NGO ഉണ്ട്, അവർ ഒരു റിപ്പോർട്ടായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റീസെൻ്റ്ലി ഈ പറയുന്ന ട്രൈബൽ ഗ്രൂപ്പിൻ്റെ ചില ആളുകളുടെ ഒരു വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു വാർത്തക്കകത്ത് കാണാൻ പറ്റുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ആ വീഡിയോൻ്റെ ഒരു സ്ക്രീൻ ഗ്രാബാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാഷ്കോ പീറോ ട്രൈബിനെ ഒരു കുജർണോ പീപ്പിൾ അല്ലെങ്കിൽ നൊമോലെ പീപ്പിൾ എന്നും വിളിക്കാറുണ്ട്. ഈ രണ്ട് പേരുകളിലും ഇവർ അറിയപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ബേസിക്കലി ഇതൊരു നൊമാഡിക് ആയിട്ടുള്ള ഹണ്ടർ ഗാദറേഴ്സ് ആയിട്ടുള്ള ട്രൈബ്സ് ആണ്. ഇവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ ചില റിമോട്ട് ഏരിയാസിലാണ് താമസിക്കുന്നത്. പ്രധാനമായിട്ടും ഇവർ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇവർ നിലവിൽ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പെറുവിൻ്റെ ഒരു മാഡ്രെ ഡി ഡിയോസ് റീജിയൻ ഉണ്ട്. ആ മാഡ്രെ ഡി ഡിയോസ് റീജിയനകത്തുള്ള ഒരു മനു നാഷണൽ പാർക്ക് എന്ന് പറയുന്ന നാഷണൽ പാർക്ക് ഉണ്ട്. ഈ മനു എന്ന് പറയുന്നത് അവിടുത്തെ ഒരു റിവറാണ്. ആ റിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നാഷണൽ പാർക്ക് ഉണ്ട്. അത് ഈ ട്രൈബിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസർവ് ആണ്. കാരണം ഈ പുറത്തുനിന്നുള്ള ആളുകളുമായിട്ട് ഇവർ കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത പല അസുഖങ്ങളും വന്നുകൊണ്ട് ഇവർ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകുന്നുള്ള ഒരു ഭീഷണി ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് വേണ്ടിയിട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ റിസർവിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളിലാണ് ഈ ലോഗിങ്ങിനുള്ള അനുമതി കൊടുത്തിട്ടുള്ളതെങ്കിലും ഈ ട്രൈബ് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോറസ്റ്റ് ഏരിയാസ് എന്ന് പറയുന്നത് റിസർവിൻ്റെ പുറത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ വലിയ രീതിയിൽ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ട്രൈബിനെ കുറിച്ചുള്ള ഒരു സാഡ് റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലി വലിയ രീതിയിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, വലിയ രീതിയിൽ ഈ പറയുന്ന ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള ട്രൈബാണ് ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ പെടുന്ന ട്രൈബ് എന്ന് പറയുന്നത്. ഇവരുടെ ശരിക്കുള്ള നാച്ചുറൽ ഹാബിറ്റാറ്റ് ഇവിടെ ആയിരുന്നില്ല. പണ്ട് 1800കളുടെ അവസാനത്തിൽ ഈ യൂറോപ്പിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കൊളോണിയൽ സെറ്റിലേഴ്സ്, വൈറ്റ് കൊളോണിയൽ സെറ്റിലേഴ്സ് ഈ പെറുവിൻ്റെ ഭാഗത്തൊക്കെ വലിയ ഇതിൽ റബ്ബർ പ്ലാന്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലാൻഡ് ബാരൻ ആയിരുന്നു, അതായത് വലിയൊരു എസ്റ്റേറ്റ് ഓണർ ആയിരുന്നു കാർലോസ് ഫിസ്ക്രാൾഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് ആർമി ഉണ്ടായിരുന്നു. അവർ 1894 ഈ മാഷ്കോ പീറോ ട്രൈബൽ ഗ്രൂപ്പിൽ പെടുന്ന വലിയൊരു വിഭാഗം ആളുകളെയും കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇവർ ഇന്ന് കാണുന്ന ഈ ഒരു പ്രദേശത്തേക്ക് മാറി താമസിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കലി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള എല്ലാ കാലത്തും പലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് ഇവരെന്നാണ് പറയുന്നത്. ഇനി ഇവർ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഈ പിറോ ലാംഗ്വേജിൻ്റെ ഒരു ഡയലക്റ്റ് ആണ് ഇവർ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അതുകൂടാതെ ഈ മാഷ്കോ പീറോ ട്രൈബിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു യൈൻ ലാംഗ്വേജ് സംസാരിക്കുന്ന മറ്റൊരു ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട്. അവരുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് എന്ന് പറയാറുണ്ട്. കാരണം ഇവരുടെ രണ്ട് കൂട്ടരുടെയും ലാംഗ്വേജ് സെയിം ആയതുകൊണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നോൺ നേറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കോണ്ടാക്ട് ഡെലിബറേറ്റ്ലി അവോയ്ഡ് ചെയ്യുന്ന ഒരു അൺകോണ്ടാക്റ്റഡ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പാണ് ഈ മാഷ്കോ പീറോ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് മാനസ് പോർട്ടലിനെ കുറിച്ചാണ്. ഈ മാനസ് പോർട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കീഴിൽ റീസെൻ്റ്ലി മിനിസ്റ്റർ ഓഫ് ഹോം അഫേഴ്സ് ആയിട്ടുള്ള അമിത്ഷാ റിലീസ് ചെയ്തിട്ടുള്ള ഒരു പോർട്ടലാണ് മാനസ് പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 14 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ മാനസ് പോർട്ടൽ എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ത്യയിൽ നാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു നാഷണൽ നാർക്കോട്ടിക്സ് ഹെൽപ്പ് ലൈൻ പോർട്ടലാണെന്ന് മനസ്സിലാക്കുക.
ഇതൊരു ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ആണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു 24/7 ഹോട്ട് ലൈൻ അല്ലെങ്കിൽ ഒരു 24/7 ഹെൽപ്പ് ലൈൻ ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 24/7 ഹെൽപ്പ് ലൈൻ ആണ് ഈ മാനസ് പോർട്ടൽ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്തൊരു പോർട്ടലും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടോൾ ഫ്രീ നമ്പർ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് പോർട്ടലാണ്. അപ്പോൾ ബേസിക്കലി ഈ പറയുന്ന ഡ്രഗ് ട്രാഫിക്കിങ്, ഈ ഡ്രഗ്സിൻ്റെ ഇല്ലീഗൽ സെയിൽസ്, പെർച്ചേസ്, സ്റ്റോറേജ്, മാനുഫാക്ചറിങ്, അതിൻ്റെ ഇല്ലിസിറ്റ് ആയിട്ടുള്ള കൾട്ടിവേഷന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ സിറ്റിസൺസിന് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണിത്. ഇതിൻ്റെ കൂടെ ഒരു ടോൾ ഫ്രീ നമ്പറും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഡ്രഗ് യൂസ് ഉള്ള ആളുകൾക്ക് അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായത്തിന് വേണ്ടിയിട്ടും ഇതേ പോർട്ടൽ യൂസ് ചെയ്യാന്ന് ഈ NCB ഇറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിലുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് NCPORനെ കുറിച്ചാണ്. സോ ഇപ്പോൾ NCPORുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 16-നകത്ത് ഒരു വാർത്ത ഉണ്ട്. അതായത് ബേസിക്കലി നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ സെൻറ്റർ ഫോർ പോളർ ആൻഡ് ഓഷ്യൻ റിസർച്ച് എന്നുള്ള ഓർഗനൈസേഷനാണ് NCPOR എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു റിസർച്ച് വെസൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറായിട്ടുള്ളതായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ NCPORനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NCPOR എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാഷണൽ സെൻറ്റർ ഫോർ പോളർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ആണ്. ഇത് 1998 മെയ് 25 നാഷണൽ സെൻറ്റർ ഫോർ അന്റാർട്ടിക് ആൻഡ് ഓഷ്യൻ റിസർച്ച് അല്ലെങ്കിൽ NCAOR എന്നുള്ള പേരിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ പോളർ എക്സ്പ്ലോറേഷൻസും അതുപോലെ തന്നെ ഓഷ്യൻ റിസർച്ചുമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കേസിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ അന്റാർട്ടിക് പ്രോഗ്രാം അതിൻ്റെ കോർഡിനേഷനും അതുപോലെ തന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അതിൻ്റെ നോഡൽ ഏജൻസിക്കായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ NCPOR ആണ്. അതുകൂടാതെ നമ്മുടെ ഇന്ത്യക്ക് അന്റാർട്ടിക്കയിൽ 2 പെർമനൻറ്റ് സ്റ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ മെയിൻ്റനൻസും ഇവരുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഗോവയിലാണ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യയുടെ 2 പെർമനൻറ്റ് റിസർച്ച് സ്റ്റേഷൻസ് ഉണ്ട്, മൈത്രി അതുപോലെ തന്നെ ഭാരതി എന്ന് പറഞ്ഞിട്ട്. ഈ 2 റിസർച്ച് സ്റ്റേഷൻസിൻ്റെ ഇയർ റൗണ്ട് മെയിൻ്റനൻസ് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് 13 മെമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു ഗവേണിംഗ് ബോഡിയാണ് ഈ ഒരു സംഘടനക്കുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഇന്ത്യയുടെ പോളാർ ഓഷ്യൻ സയൻസ്, റിസർച്ച്, എഡ്യൂക്കേഷന്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷന്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ള ലീഡേഴ്സ് ഉൾപ്പെടുന്നതാണ് ഈ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ സെക്രട്ടറിയാണ് ഇതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനായിട്ട് വരുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി നമ്മുടെ അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യയുടെ 2 റിസർച്ച് സ്റ്റേഷൻസിൻ്റെ ഇയർ റൗണ്ട് മെയിൻ്റനൻസ് ആണെങ്കിലും ഇത് കൂടാതെ ഇവർ മറ്റ് ചില ഫങ്ഷൻസും കൂടി ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് ഈ അന്റാർട്ടിക്കയിൽ നിന്നും അതുപോലെ തന്നെ ഹിമാലയാസിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഐസ് കോറിൻ്റെ സാമ്പിൾസ് ഉണ്ട്, അത് സ്റ്റോർ ചെയ്യുന്നത് ഇവരാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് ആർട്ടിക് റീജിയനിൽ 2 റിസർച്ച് സ്റ്റേഷൻസ് ഉണ്ട്. ഒന്ന് ഹിമാദ്രിയാണ്, അതുപോലെ തന്നെ മറ്റൊന്ന് ഇൻഡ് ആർക്ക് എന്ന് പറയുന്നതാണ്. സോ ഈ 2 റിസർച്ച് സ്റ്റേഷൻസും ഓപ്പറേറ്റ് ചെയ്യുന്നതും ഇവരാണ്. ഇനി അതുകൂടാതെ ഓഷ്യൻ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഓഷ്യൻ റിസർച്ച് വെസലാണ് അല്ലെങ്കിൽ ഓഷ്യനോഗ്രാഫിക് സ്റ്റഡി നടത്തുന്ന വെസലാണ് ORV സാഗർ കന്യ എന്ന് പറയുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നതും അത് മാനേജ് ചെയ്യുന്നതും ഇവരാണ്. ഇത് കൂടാതെ 2016 ഈ ഹിമാലയാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഹിമാചൽ പ്രദേശിലെ സ്പിതി റീജിയനിൽ ഒരു റിമോട്ട് ലൊക്കേഷനിൽ ഇവരൊരു ഹിമാൻഷ് എന്നുള്ള പേരിൽ ഒരു റിസർച്ച് സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഹിമാൻഷ് എന്ന് പറയുന്ന സ്റ്റേഷൻ്റെ മെയിൻ്റനൻസും ഓപ്പറേഷനും നോക്കുന്നതും ഇവർ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഡിസ്ഇൻഫ്ലേഷനെ കുറിച്ചാണ്. സോ അപ്പോൾ ഈ ഡിസ്ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 17-നകത്ത് ഒരു വാർത്തയുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡിസ്ഇൻഫ്ലേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ പ്രൈസ് ലെവലിൻ്റെ ഇൻക്രീസ് വരുമ്പോഴാണ് ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് പറയാം. ഈ പ്രൈസ് ലെവൽ താഴത്തേക്ക് പോകുമ്പോൾ അതിന് ഡിഫ്ലേഷൻ എന്ന് പറയും. ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടെമ്പററി ഫിനോമിനയാണെന്ന് മനസ്സിലാക്കുക. അതായത് ഇൻഫ്ലേഷൻ്റെ റേറ്റിനകത്ത് കുറവ് വരുന്നതിനെയാണ് അല്ലെങ്കിൽ ടെമ്പററി സ്ലോ ഡൗൺ ഓഫ് ഇൻഫ്ലേഷനെയാണ് ഡിസ്ഇൻഫ്ലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും ഡിഫ്ലേഷൻ അല്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ബേസിക്കലി
ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ബേസിക്കലി ഇൻഫ്ലേഷൻ കുറയുന്നതാണ് ഡിസ്ഇൻഫ്ലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വർഷം 2% ഇൻഫ്ലേഷൻ എങ്കിൽ അടുത്ത വർഷം അത് 1% കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലേഷൻ ഉണ്ട്, പക്ഷേ ആ ഇൻഫ്ലേഷൻ്റെ റേറ്റ് പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞു. അങ്ങനെ ഒരു പ്രീവിയസ് പീരീഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് കുറവാണെങ്കിൽ അതിനെയാണ് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റേറ്റ് ഓഫ് ഇൻഫ്ലേഷനകത്തുള്ള ചേഞ്ചാണ്. അപ്പോൾ ഈ ഡിസ്ഇൻഫ്ലേഷൻ ശരിക്കും ഒരു ഹെൽത്തി എക്കണോമിയുടെ ഭാഗമായിട്ട് വരുന്ന, അതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നൊരു കാര്യമാണെന്നാണ് പറയുന്നത്. പീരിയോഡിക്കലി ഡിസ്ഇൻഫ്ലേഷൻ ഏതൊരു ഹെൽത്തി എക്കണോമിക്കകത്തും ഉണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം ഈ ഇൻഫ്ലേഷൻ കൂടി ആ എക്കണോമി ഓവർ ഹീറ്റ് ആവുന്നത് തടയുന്നത് ബേസിക്കലി ഈ ഡിസ്ഇൻഫ്ലേഷൻ ആണെന്നാണ് പറയുന്നത്. അതുകൂടാതെ സെർട്ടൻ സെഗ്മെന്റ്സ് ഓഫ് സൊസൈറ്റിനെ അല്ലെങ്കിൽ സെഗ്മെന്റ്സ് ഓഫ് പോപ്പുലേഷനെ ഈ ഡിസ്ഇൻഫ്ലേഷൻ സഹായിക്കുമെന്നും പറയാറുണ്ട്. കാരണം ഇപ്പോൾ സേവിങ്സ് കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം അവരുടെ സേവിങ്സിന്റെ വാല്യൂ കുറയില്ല എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ കുറയുന്ന തോത് കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട്. സോ ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഗവൺമെന്റിനെതിരായിട്ട് അവിടെ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ വാർത്തകൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രങ്ങളിൽ കാണാം. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, നമ്മുടെ സൗത്ത് ഏഷ്യയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ ഒരു അയൽ രാജ്യമാണ്. ബംഗ്ലാദേശിന്റെ അതിർത്തി രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയും അതുപോലെ മ്യാൻമാറും മാത്രമാണ്. ബംഗ്ലാദേശിന്റെ ലാൻഡ് ബോർഡറിന്റെ മെജോറിറ്റി ഏരിയാസും അവർ ഷെയർ ചെയ്യുന്നത് ഇന്ത്യയുമായിട്ടാണ്. അവരുടെ വെസ്റ്റിലാണെങ്കിലും നോർത്തിലാണെങ്കിലും ഈസ്റ്റിലാണെങ്കിലും ഉള്ളത് ഇന്ത്യയാണ്. ഈ സൗത്ത് ഈസ്റ്റിലായിട്ട് ചെറിയൊരു പ്രദേശത്താണ് മ്യാൻമാറുമായിട്ട് അവർക്ക് അതിർത്തി ഉള്ളത്. ഇനി ലോകത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള രാജ്യങ്ങളൊന്നാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ലോകത്തിലെ 8ാമത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും അധികം പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ സിറ്റിയും അവരുടെ ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ധാക്കയാണ്. ഈ ധാക്ക കൂടാതെ ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട മറ്റൊരു സിറ്റിയാണ് ചിറ്റഗോങ് എന്ന് പറയുന്നത്. ഈ ചിറ്റഗോങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പോർട്ടാണ് ചിറ്റഗോങ് പോർട്ട് എന്ന് പറയുന്നത്. ബംഗ്ലാദേശിന്റെ ടോട്ടൽ എക്സ്പോർട്ടിന്റെ 90% പോകുന്നത് ഈ ചിറ്റഗോങ് പോർട്ട് വഴിയാണ്. അതുകൂടാതെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് അനുസരിച്ച് ബംഗ്ലാദേശിലെ മോംഗ്ല പോർട്ട് അതുപോലെ ചിറ്റഗോങ് പോർട്ട്, ഈ 2 പോർട്ടും ഉപയോഗിക്കാനുള്ള അനുമതി ഇന്ത്യക്കുണ്ട്. നമ്മുടെ ഏഷ്യയിലെ തന്നെ അല്ലെങ്കിൽ ഈ ബേ ഓഫ് ബംഗാൾ റീജിയനിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടാണ് ഈ ചിറ്റഗോങ് പോർട്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ചിറ്റഗോങ് പോർട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കർണാഫുലി റിവർ എന്ന് പറയുന്ന റിവറിലാണെന്നും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ബംഗ്ലാദേശിനെ സാധാരണഗതിയിൽ ആളുകൾ വിശേഷിപ്പിക്കുന്ന ഒരു പേരാണ് ലാൻഡ് ഓഫ് റിവേഴ്സ് എന്ന്. അതിനുള്ള കാരണം ലോകത്തിലെ ഏറ്റവും അധികം ട്രാൻസ്ബൗണ്ടറി റിവേഴ്സ് ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ബംഗ്ലാദേശ്. ഏകദേശം ഇന്ത്യയുമായിട്ട് 57 ട്രാൻസ്ബൗണ്ടറി റിവേഴ്സ് ബംഗ്ലാദേശിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശ് ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത് ബംഗ്ലാദേശിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയധികം റിവേഴ്സും അതുപോലെ തന്നെ ട്രോപ്പിക്കിന്റെ ഒക്കെ പ്രസൻസ് കാരണം വലിയ രീതിയിലുള്ള ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. ഇപ്പോൾ ഇന്ത്യയുടെ അസാം സ്റ്റേറ്റുമായിട്ട് ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണ് സിൽഹട്ട് എന്ന് പറയുന്ന റീജിയൻ. ഈ സിൽഹട്ട് റീജിയനിലാണ് ഒരു ഹവോർ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്ന ഒരു വെറ്റ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെറ്റ്ലാൻഡ്സിലൊന്നാണ് ഈ ഹവോർ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ മാംഗ്രൂവ് ഫോറസ്റ്റ് ആയിട്ടുള്ള സുന്ദർബൻസ്, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ആയിട്ടുള്ള ഈ സുന്ദർബൻ ഡെൽറ്റ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി മേഖലയിലാണ്. അല്ലെങ്കിൽ കുറച്ച് ഭാഗം ഇന്ത്യയിലും കുറച്ച് ഭാഗം ബംഗ്ലാദേശിലുമായിട്ടാണ്. ഇതിന്റെ മെജോറിറ്റി ഏരിയയും ഈ സുന്ദർബൻസിന്റെ മെജോറിറ്റി ഏരിയയും ബംഗ്ലാദേശിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.